ഇറാനിലേക്കാണ് പോകുന്നത്. ഇറാനിൽ ജനകീയ പ്രക്ഷോഭം, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുകയാണ്. 3 ആഴ്ച പിന്നിടുകയാണ് അവിടെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം എന്നതാണ്. 650-ലേറെ പേർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഘർഷങ്ങളിലും ആക്രമണങ്ങളിലുമൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആ പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്റർനെറ്റ് വിച്ഛേദിച്ചും, അതായത് ഇറാനിലുടനീളം ഇന്റർനെറ്റ് വിച്ഛേദിച്ചും അതുപോലെ തന്നെ പ്രതിഷേധക്കാർക്കെതിരെ നടപടിയെടുത്തുമൊക്കെ ഈ പ്രക്ഷോഭം അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഇറാനിൽ സൈനിക നടപടിയുണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പുമായി, ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടേക്കുള്ള സൈനിക നടപടി സംബന്ധിച്ച്, ഈ നയതന്ത്ര നീക്കങ്ങളൊക്കെ സംബന്ധിച്ച് ട്രംപ് ഓൾറെഡി ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അധികം വേഗാതെ ഒരു സൈനിക നീക്കം ഇറാനിലേക്ക് ഉണ്ടാകും എന്ന ഒരു അഭ്യൂഹം അത് ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇറാൻ ശക്തമായ മറുപടി നൽകുന്നുണ്ട്. ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും അതിനെ ചെറുക്കാൻ തയ്യാറാണ് എന്നാണ് ഇറാൻ പ്രസിഡന്റും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ അമേരിക്കയുടെ ഈ ഭീഷണിക്കിടെ അവിടെ ഇറാനകത്ത് അവിടെ ദേശീയത ആളിക്കത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ US വിരുദ്ധത ആളിക്കത്തിച്ചുകൊണ്ടുള്ള സർക്കാർ തലത്തിലുള്ള റാലികളും പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 10 ലക്ഷത്തോളം പേർ അണിനിരന്നുകൊണ്ടുള്ള റാലിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എന്താകും ഇറാന്റെ ഭാവി എന്ന് നോക്കാം. ഒരാക്രമണത്തിന് അമേരിക്ക ഉടൻ തയ്യാറാകുമോ? ഇറാനിലേക്ക് ഒരു സൈനിക നടപടി ഉണ്ടാകുമോ ദൗസർ? ഇറാനിലേക്ക് സൈനിക നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ വലിയ തോതിൽ ആശയക്കുഴപ്പമാണ്. നമുക്ക് ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ പരിശോധന കാണാൻ കഴിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഇപ്പോൾ വെനസ്വേലയിൽ അമേരിക്ക ഇടപെട്ടല്ലോ. അപ്പോൾ വെനസ്വേലയിൽ അമേരിക്ക ഇടപെട്ട എന്താണ്, മെദൂറയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ വിചാരിച്ചത് അവിടെ ഒരു റെജീം ചേഞ്ച് സംഭവിക്കുന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചില്ല. നമ്മുടെ അവിടുന്ന് നോബൽ പ്രൈസ് കിട്ടിയ ആ ലേഡി ഉണ്ടല്ലോ, മച്ചാഡോ ഭയങ്കര എൻ്റെ എപ്പിസോഡിൽ പ്ലിങ്ങായി പോയ ആളവരാണ്. അവരിത് ഞാൻ അടുത്ത ദിവസം പ്രസിഡൻ്റ് ആകാൻ പോവുകയാണെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. പക്ഷെ അവരെക്കുറിച്ച് ട്രംപ് പറഞ്ഞാൽ ഷീ ഈസ് നോട്ട് കേപ്പബിൾ, പീപ്പിൾ ഡോണ്ട് ലവ് ഹർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പ്രസിഡൻ്റ് ആകാൻ പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ അവിടുത്തെ വൈസ് പ്രസിഡൻറ്റോ മറ്റോ ആയ ആളാണ് പ്രസിഡൻ്റ് ആകുന്നത്. ട്രംപിന് പീസ് പ്രൈസ് കിട്ടുമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പല തിയറീസ് ഇപ്പോൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ മെഡൂറയെ പൊക്കിക്കൊണ്ട് വന്നത് തന്നെ അതൊരു പ്രീ മീഡിയേറ്റഡ് ഡ്രാമയായിരുന്നു എന്നുള്ള നിലക്കുള്ള വിശകലനം ധാരാളം വരുന്നുണ്ട്. അത് തന്നെ അഗൈൻ 2 തിയറീസാണുള്ളത്. ഒന്ന്, ഗവൺമെൻറ്റിലെ മെഡൂറോ വിരുദ്ധരായിട്ടുള്ള ആളുകൾ അവരിതിനെ ഹെൽപ്പ് ചെയ്തു. നിങ്ങളെന്ത് ചെയ്യുക, പുള്ളിയെ പൊക്കിക്കോളൂ, സർക്കാരിന് ഒന്നും ചെയ്യാം, റെജീം ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല, മറ്റ് ഓയിലിൻ്റെ കാര്യമൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം എന്നൊരു ധാരണയിൽ. അതുകൊണ്ടാണ് ഇത്ര എളുപ്പം, എന്താണ് വെണ്ണയിൽ നിന്ന് നൂലൂരിയെടുക്കുന്നത് പോലെ ഇത് ചെയ്യാൻ അമേരിക്ക സാധിച്ചതെന്നാണ്. ഡീലാണ് നടന്നത്, അഗൈൻ ഒരു ഡീലാണ് എന്നുള്ള വിശകലനങ്ങൾ വലിയ തോതിൽ വരുന്നുണ്ട്. ഇനി മെഡൂറോയും ഇവരും തമ്മിലുള്ള ഒരു കൺവെർസേഷൻ ഇതിനകത്ത് നടന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. എല്ലാ കാര്യത്തിലും പലതരം കൺസ്പിറസി തിയറീസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് ആദ്യം പറഞ്ഞ കാര്യം കുറച്ചും കൂടെ കൺവിൻസിംഗ് ആയി തോന്നുന്നു. കാരണം അവിടെ വേറൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ അടുത്ത ദിവസം എന്ത് ചെയ്യാണ്, മറ്റൊരാൾ ആക്ടിങ് പ്രസിഡൻ്റായി മാറുന്നു. അയാൾ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത് ഈ മെഡൂറോ വിരുദ്ധ ക്യാമ്പുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു നെഗോഷിയേഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ വെനസ്വേലയിൽ അമേരിക്ക വലിയ തോതിലുള്ളൊരു മിലിറ്ററി ഇൻ്റർവെൻഷൻ നടത്തിയിട്ടില്ല. കുറച്ച് ക്യൂബൻ പട്ടാളക്കാർ, ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന കുറച്ച് ക്യൂബൻ പട്ടാളക്കാർ കൊല്ലപ്പെടുക മാത്രമാണ് സംഭവിക്കുന്നത്. പിന്നെ അവിടുത്തെ തെരുവുകളും ശാന്തമാണ്. 1-2 ദിവസം പിന്നെ മദൂറോ അനുകൂലികളും മദൂറോ എതിരാളികളും പ്രകടനം നടത്തിയല്ലാതെ രാജ്യം വേറൊരർത്ഥത്തിൽ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. അതിൽ തന്നെ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ പോളിസി നമുക്കറിയാം. ട്രംപിൻ്റെ പോളിസി എന്നല്ല, അവർ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തന്നെ ഇലക്ഷൻ പ്രോമിസ് എന്തായിരുന്നു, അവർ ആൻറ്റി ഇൻ്റർവെൻഷൻസ് എന്ന് പറയും. എന്നാൽ എല്ലായിടെയും പോയി തലയിടുക, ആ പരിപാടി നമുക്കില്ല. അപ്പോൾ ഇൻ്റർവെൻഷനിസ്റ്റ് പൊളിറ്റിക്സിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടാണ് മാഗ ക്യാമ്പ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ടക്കർ കാൾസൺ വെനസ്വേലയിലെ ഇടപെടലിനെ എതിർക്കുകയുണ്ടായി. ടക്കർ കാൾസൺ അർണബ് ഗോസ്വാമി, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനായിരുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു വിഷയമാക്കാതെ അത്യാവശ്യം കാര്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധിയാണ്. വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി വരും. ഈ സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, അതിൻ്റെ ഫലമാണ് കഴിഞ്ഞ ഈ മേയറൽ ഇലക്ഷനിൽ വന്നിട്ടുള്ള വലിയ തോതിലുള്ള തിരിച്ചടികൾ. അപ്പോൾ അടുത്ത നവംബറിൽ വരാൻ പോകുന്ന ഇതേ സാമ്പത്തിക സ്ഥിതി തുടർന്നാൽ നവംബറിൽ വരാൻ പോകുന്ന മിഡ് ടേം ഇലക്ഷൻ അത് ഗുരുതരമായി ബാധിക്കും. മിഡ് ടേം ഇലക്ഷനിൽ തിരിച്ചടി ഉണ്ടായാൽ എല്ലാ കാര്യങ്ങൾക്കും കോൺഗ്രഷണൽ അപ്രൂവൽ ലഭിക്കാൻ കഴിയില്ല. എന്നാണ്
ഒരു വികലാംഗനായ പ്രസിഡൻ്റായി നിൽക്കേണ്ടി വരും എന്ന ധാരണ നല്ലപോലെ ട്രംപിനുണ്ട്. അതുകൊണ്ട് മിഡ് ടേം ഇലക്ഷന് മുമ്പായിട്ട് അടുത്ത നവംബറിന് മുമ്പായിട്ട് എക്കണോമി സെറ്റിൽ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രൈം പ്രയോറിറ്റിയാണ്. അപ്പം വെനിസുലയിലെ എണ്ണയിൽ യു എസിന് ആക്സസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യു എസ് എസിന് ഒരു ഓട്ടോണമി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റാളുകളെ, പ്രത്യേകിച്ചും ഈ ഗൾഫ് രാജ്യങ്ങളുടെ പോലും അവരുടെ ബാർഗൈനിങ് കപ്പാസിറ്റി കുറയും. അപ്പോൾ ആ നിലക്ക് അമേരിക്കൻ എക്കണോമിയെ മുന്നിൽ നിർത്തി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്നുള്ള നിലക്കാണ് വെനിസുലയിലെ ഇടപെടലിനെ കാണുന്നത്. അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേരെടുക്കുന്ന ഓരോ സ്റ്റെപ്പും അമേരിക്കയിലേക്ക് എത്ര ബില്യൺസ് വരും, അമേരിക്കൻ എക്കണോമി, അമേരിക്കൻ എക്സ്ചക്കറിൽ അത് ഏത് നിലക്ക് അത് പ്രതിഫലനം ഉണ്ടാക്കും എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. പിന്നെ വ്യക്തിപരമായി അദ്ദേഹം എപ്പോഴും ഒരു ഇമ്പൾസീവ്, ഡ്രിവൺ ബൈ ഇമ്പൾസ് ആൻഡ് ഡ്രിവൺ ബൈ ഈഗോ എന്ന് പറയാവുന്ന ഒരു കക്ഷിയാണ്. അങ്ങനെ സുഖിപ്പിച്ച് നിർത്തുക, അദ്ദേഹത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുക, അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അതിനനുസരിച്ച് നയങ്ങൾ സ്വീകരിക്കുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇറാനിൽ എന്തു ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇറാനിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അവിടെ ഒരു ഡയറക്റ്റ് മിലിറ്ററി ഇൻ്റർവെൻഷൻ നടത്തുകയാണെന്ന് വിചാരിക്കാം. അത് അല്ലെങ്കിൽ അവിടെ പോയി 2 മിസൈലിട്ട് തിരിച്ചു പോരുക, നേരത്തെ ചെയ്തതുപോലെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി 2 മിസൈലിട്ട് പോരുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഒരു മിലിറ്ററി ഇൻ്റർവെൻഷൻ നടത്തി ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് മഡൂറോയെ പൊക്കിയതുപോലെ സ്മൂത്തായിരിക്കില്ല. കാരണം ഇറാൻ സൊസൈറ്റി തന്നെ വേറെ ഒരു സൊസൈറ്റിയാണ്. അത് വളരെ, ഞാൻ മുമ്പ് സംസാരിച്ചിരുന്നു, ഒരർത്ഥത്തിൽ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള ഇറാൻ്റെ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു ജനതയാണ്. അപ്പോൾ ഇന്നലെ അവിടെ സർക്കാർ അനുകൂല റാലികൾ നടക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സർക്കാർ അനുകൂല റാലികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏകപക്ഷീയമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമാണ് അവിടെ നടക്കുന്നത് നമ്മൾ വിചാരിക്കേണ്ട. മാത്രമല്ല എനിക്ക് മനസ്സിലാകാത്ത ആശ്ചര്യകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുന്ന് വരുന്ന മരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ അത് ഇന്ന് ഇവരുടെ, ഇപ്പോൾ ദിവ്യ നേരത്തെ പറഞ്ഞ 600 ചില്ലാൻ ആളുകൾ മരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു നോർവേ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയുണ്ട്. അവർ ഭരണകൂട വിരുദ്ധരാണ്, പ്രക്ഷോഭകാരികൾക്കൊപ്പമാണ്. അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡെറ്റോൾ 648ആണ്. പക്ഷേ ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ഡെറ്റോൾ എത്രയാണ് അറിയോ? 2000 ഇത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇറാൻ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം 3 ഡേ നാഷണൽ മൗണിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 3 ഡേ എന്തിനാണ് പ്രക്ഷോഭകാരികളാണ് കൊല്ലപ്പെടുന്നത്, എന്തിനാണ് നാഷണൽ മൗണിംഗ് പ്രഖ്യാപിക്കുന്നത്? അപ്പോൾ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ധാരാളം കൊല്ലപ്പെട്ടു. ഈ പ്രക്ഷോഭകാരികൾ പട്ടാളക്കാരല്ല പോലീസുകാരെ കൊന്നു എന്നുള്ളതാണ് ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ പക്ഷം. അപ്പോൾ അതിന് ഇപ്പോൾ ടൈം മാഗസിൻ 6000 കൊടുക്കുന്ന കണക്ക്. ഇറാൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേറ്ററി അവർ കൊടുക്കുന്നത് 12000. ഇങ്ങനെ പല സ്വഭാവത്തിലുള്ള കണക്കുകളാണ് ഇതുകൊണ്ട്. അപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നിയ കാര്യം ഇതാണ്, ഈ നോർവേ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് 648 എന്ന് പറയുന്ന കണക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി എന്താണ് അവിടെ സ്ട്രീറ്റിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ. കാരണം അവിടെ ഈ ഇൻ്റർനെറ്റ് ഔട്ടേജാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്. പിന്നെ വന്ന പല വാർത്തകളും ഫാക്ട് ചെക്ക് ചെയ്തപ്പം അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ സിഗരറ്റ് കൊണ്ട് ഈ ഖാംനയുടെ പടം കത്തിക്കുന്നത് അത് കാനഡയിൽ അങ്ങാണ്ട് നടന്നതാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഫാക്ട് ചെക്കേഴ്സ് അതേക്കുറിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ വാട്ട്സ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ഇറാനിയൻ സ്ട്രീറ്റ്സ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ ഓഫ് കോഴ്സ് അവിടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട്. അതിൽ അമേരിക്ക ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത് ഒരു റെജീം ചേഞ്ച്, ഒരു ഫോഴ്സ്ഫുൾ റെജീം ചേഞ്ച് നടത്തുകയാണ്. എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വലിയ സിവിൽ വാറിലേക്ക് അത് പോകും. സിവിൽ വാറിലേക്ക് പോകുന്നുള്ളതല്ല, ഡീസ്റ്റേബിളൈസ്ഡ് ആവും. കാരണം അത് എളുപ്പം അംഗീകരിക്കില്ല. അതിനെതിരായിട്ടുള്ള ഫോഴ്സ് അവിടെ ഉണ്ടാവും, അതിനെതിരായിട്ടുള്ള സായുധമായ സമരം തന്നെ ഉണ്ടാവും. എന്താണോ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ചത് അതാണ് ഇറാനിൽ സംഭവിക്കുക. അതിനേക്കാൾ മാരക സ്വഭാവത്തിലായിരിക്കും. ഈ 2 സ്ഥലങ്ങളിലും അമേരിക്ക നാണം കെടുകയാണ്. ഇറാഖിലും നാണം കെടുകയാണ് ചെയ്തത്, അഫ്ഗാനിസ്ഥാനിലും നാണം കെടുകയാണ് ചെയ്തത്. ഇറാനും ഇങ്ങനെ ഡീസ്റ്റബിലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് മേഖലയിൽ, GCCയിൽ അറബ് മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന അറബ് ലോകത്തെ രാജ്യങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു നിലക്കും അതിന് പച്ചക്കൊടി കാണിക്കില്ല. നമുക്കൊരു 10 വർഷം മുമ്പാണെങ്കിൽ ഇറാനിൽ റെജീം ചേഞ്ച് എന്നുള്ളത് അറബ് രാജ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാശയമായിരുന്നു. ഇപ്പോൾ സൗദി ആണെങ്കിലും UAE ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഏത് അറബ് രാജ്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇറാനിൽ റെജീം ചേഞ്ച് എന്നുള്ളത് അവരെ സംബന്ധിച്ച് അട്രാക്റ്റീവായിട്ടുള്ളൊരു ഐഡിയ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇറാനിൽ റെജീം ചേഞ്ച് എന്നുള്ളത് അവരെ സംബന്ധിച്ചത് അങ്ങനെ ഒരു ആവശ്യമേ അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ മഡൂറോയെ പൊക്കിയതുപോലെ ഇറാനിലെ റെജീമിന് ഭരണകൂടത്തെ അങ്ങ് മാറ്റി അമേരിക്കയിൽ ഇരിക്കുന്ന ഈ പഹ്ലവിയുടെ കൊച്ചുമകനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടിരുത്താമെന്ന് പറയുന്നത് അത് അസാധ്യമാണ്. അങ്ങനെ കൊണ്ടിരുത്തിയാൽ തന്നെ അത് നിരന്തരമായി എന്താണ് അഫ്ഗാനിലും ഇറാഖിലും സംഭവിച്ചത് അതിനേക്കാൾ മാരകമായിട്ടുള്ള സിവിൽ അൺട്രസ്റ്റിലേക്ക്
ഗറില്ല യുദ്ധത്തിലേക്ക്, സിവിൽ വാറിലേക്ക് അത് കൊണ്ടുപോകും. അത് മേഖലയിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാകും. എന്നതിൽ ഇറാൻ എന്ന് പറയുന്നത് അവരുടെ മിലിറ്ററി അസറ്റ് എന്ന് പറയുന്നത് ലോകത്തിന് വളരെ പ്രധാനപ്പെട്ടാണ്. അത് ടെസ്റ്റഡ് ആണ്, 4 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്യപ്പെടണം. ഇസ്രായേൽ അമേരിക്കയുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ അന്ന് കുഴഞ്ഞു പോകുമായിരുന്നു. അവരുടെ ഈ എല്ലാ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തെയും ഭേദിച്ചുകൊണ്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലി നഗരങ്ങളിൽ പതിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇസ്രായേൽ നാണം കെടാതെ പോയെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ മിലിറ്ററി അസറ്റ്സ് അവരുടെ കയ്യിലുണ്ട്. അത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മേഖലയിലെ അമേരിക്കൻ ക്യാമ്പുകളെ ഞങ്ങൾ ലക്ഷ്യം വെക്കും. അമേരിക്കൻ ക്യാമ്പുകളെ ലക്ഷ്യം വെക്കുമെന്നാണ് അതിൻ്റെ മലയാളം. ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ മിസൈലുകൾ വന്ന് പതിക്കുമെന്നാണ്. അതും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമായുള്ള കാര്യമാണ്. ഇന്നിപ്പം ഖത്തർ വിദേശകാര്യ വക്താവിൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മീഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഖത്തർ അവരുടെ ഈ ആർട്ട് ഓഫ് മീഡിയേഷൻ എന്നുള്ളത് അവരുടെ അതിലുള്ള കഴിവ് ലോകം കണ്ടതാണ്. അപ്പം ഞങ്ങൾ ഇറാനുമായിട്ടും അമേരിക്കനും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു വലിയ തോതിലുള്ള ഇസ്രായേൽ ഓഫ് കോഴ്സ് അവർ വലിയ സമ്മർദ്ദം അമേരിക്ക മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മെഡൂറോയെ പൊക്കിയത് ഭയങ്കര ആവേശത്തോടു കൂടി അവർ കാണുന്നുണ്ട്. നോക്കൂ, മെഡൂറോയെ കിഡ്നാപ്പ് ചെയ്തു, അത് എന്തോ ആട്ടെ, അതിൽ കൺസ്പിറസി തിയറീസൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ ബാക്കിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ ലോയും ബാധകമല്ല. ആർക്കും എവിടെ പോയിട്ടും ഈവൻ ഏതൊരു പരമാധികാരി രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ ജീവനോടെ തൂക്കിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും എന്നൊരു സെനാരിയോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മുമ്പ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചപ്പോൾ, ഇറാഖിനെ ആക്രമിച്ചപ്പോഴൊക്കെയും ഒരു ന്യായം പറഞ്ഞിരുന്നു ലോകത്തോട്. ഇൻ്റർനാഷണൽ ലോ പ്രകാരം അവർ ഇന്നത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന ന്യായം പറഞ്ഞിട്ടാണ്. പറഞ്ഞത് തെറ്റോ ശരിയോ എന്നുള്ള വേറെ വിഷയം. അതിലുള്ള ഫാക്ട്സ് എന്താണെന്ന് പോട്ടെ. പക്ഷെ പുറമേക്ക് പറഞ്ഞത് എന്താണ്, അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് ഇറാഖിൽ, മറ്റൊടുത്ത് അവർ ഇൻ്റർനാഷണൽ ടെററിസ്റ്റിനെ അവർ ഹോസ്റ്റ് ചെയ്യുന്നു, ഉസാമ ബിൻ ലാദനെ ഹോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ലോകത്തോടൊരു ന്യായം പറഞ്ഞ് ഇൻ്റർനാഷണൽ ലോ പറഞ്ഞിട്ടാണ് ടു സം എക്സ്റ്റെൻറ്റ് UN-ൻ്റെ ഒരു എൻഡോഴ്സ്മെൻറ്റോടുകൂടിയാണ് ഈ പറയുന്ന പരിപാടികളൊക്കെ അമേരിക്ക നടത്തിയത്. പക്ഷേ ഇവിടെ എന്ത് നടന്നത്? വെനസ്വേല എന്താണ്, ഡയറക്റ്റ് പോയി ഇയാളെ പൊക്കിയെടുത്തുകൊണ്ടുമാണ്. ഇൻ്റർനാഷണൽ ഇതിനെ JD വാൻസ് ഇതിനെ ഈ ഇൻ്റർനാഷണൽ ലോയുടെ ഭാഷയിൽ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അണ്ണൻ അകത്തുനിന്ന് ഏന്തി വന്നിട്ട് ഓയിൽ ഓൾസോ എന്ന് പറയുന്നുണ്ട്. കേട്ടില്ലേ? ഇങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ഇസ്രായേലിനെ ഇപ്പോൾ എന്താ ലോകത്തുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്രായേൽ ലീഡർഷിപ്പ് ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്ത മതി നമുക്ക് ഡമസ്കസിൽ പോയി ഷെറയെ പൊക്കിക്കണം, ഹമ ഷെറയെ പൊക്കിയെടുക്കാം എന്ന് ഇസ്രായേലിന് ഒരു ആവേശമായിട്ടുണ്ട്. പുട്ടിനൊരു ആവേശം കൂടിയിട്ടുണ്ട്. നമുക്ക് അവിടെ കീവിൽ പോയിട്ട് സെലൻസ്കിയെ പൊക്കിക്കൊണ്ടുവരാം. സീപിങ് ഉണ്ടല്ലോ ബെയ്ജിങ്ങിൽ, ചൈന ഇരിക്കുന്ന സീപിങ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണ്, തായ്പയിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡൻറ്റിനെ പൊക്കിക്കൊണ്ടുവരാം. അങ്ങനെ പൊക്കിക്കൊണ്ടുവന്നാൽ ആർക്കാ ചോദിക്കാൻ പറ്റുക? കാരണം ദ തിങ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നത് ലോകത്തിൻ്റെ ഗാർഡിയനായിട്ടുള്ള അമേരിക്ക ചെയ്ത് കാണിച്ചു. അപ്പം അങ്ങനത്തെ ഒരു സെനാരിയോ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് പറയുന്ന നമുക്ക് അങ്ങനെ ഒരു യൂണിഫൈഡ് ബ്ലോക്കുകൾ, പൊളിറ്റിക്കൽ ബ്ലോക്കുകൾ ഇന്ന് ലോക രാഷ്ട്രീയത്തിലില്ല. ഡിസൻറ്റഗ്രേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഈ താല്പര്യങ്ങളുടെ ചിതറൽ സംഭവിച്ചിരിക്കുകയാണ്. ഓരോ രാജ്യത്തിനും അവരുടേതായ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റുകൾ അതിനകത്ത് നിന്ന് ഓരോരുത്തരും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇറാനെ പോലെ വലിയ വേരുകളുള്ള, സാംസ്കാരികമായി രാഷ്ട്രീയമായി വലിയ വേരുകളുള്ള രാജ്യമാണത്. 79 മുതൽ തുടരുന്ന കടുത്ത ഉപരോധത്തെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും സ്വന്തം പ്രതിഭ കൊണ്ടും സ്വന്തം ജനതയുടെ പ്രതിഭ കൊണ്ടും ഭേദിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള രാജ്യമാണത്. അതൊരിക്കലും തളർന്നു പോയിട്ടില്ല. അവർ വളർത്തിയെടുത്ത എല്ലാ കാര്യങ്ങളും, അവരുടെ മെക്കാനിസം ആവട്ടെ, അവരുടെ ഡിഫൻസ് ആവട്ടെ, അവരുടെ എനർജി ആവട്ടെ, ഏത് സെക്ടറിലാണെങ്കിലും അവർ വളർത്തിയെടുത്ത എല്ലാം സ്വന്തം നിലക്ക് വളർത്തിയതാണ്. ഇന്ന് 80% മനുഷ്യനും ഏർബനൈസ്ഡ് ആയിട്ട് കഴിയുന്ന ഒരു ദരിദ്ര രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത്. ശക്തമായ രാജ്യമാണ്. ഉപരോധമില്ലായിരുന്നെങ്കിൽ ഒരർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമായിട്ടത് മാറുമായിരുന്നു. അങ്ങനത്തെ ഒരു രാജ്യത്ത് എവിടുന്ന് ഒരു വിമാനത്തിൽ കൊണ്ടുവന്ന് പുതിയൊരു പ്രസിഡന്റിനെ അവരോധിക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമായി സംഭവ്യമല്ല. ഇനി അഥവാ വിഡ്ഢിത്തം എന്നുള്ള അമേരിക്ക അത് ചെയ്താൽ അത് വലിയ നഷ്ടങ്ങൾ അമേരിക്കക്കും ആ മേഖലക്കും ഉണ്ടാക്കുന്നതിനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിഷാദ് വെറുതെ ഇറാനെ പേടിപ്പിക്കാൻ പറഞ്ഞാണോ ട്രംപ്? പേടിപ്പിക്കാനല്ല, ഇറാനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഡീലിനെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സമ്മർദ്ദം ചെലുത്തുകയാണ്. ഒരു കാര്യമുണ്ട്, ഇറാനെ വീഴ്ത്തുക, അവിടുത്തെ ഭരണകൂടത്തെ ചേഞ്ച് ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ഭരണകൂടത്തെ അവിടെ കൊണ്ടുവരിക എന്നുള്ളത് അമേരിക്കയുടെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹമാണ്.
അതിന് അമേരിക്ക എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം. അതിലൊരു യുദ്ധത്തിലേക്ക് അവർ പോകുമെന്ന് ചോദിച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞാൽ പലതരത്തിലുള്ള റിസ്ക് എലമെൻറ്റ്സ് അതിനകത്തുണ്ട്. ഇറാൻ ഒരു സാധാരണ രാഷ്ട്രമല്ല എന്ന് മാത്രമല്ല, അമേരിക്കൻ വിരുദ്ധ ആശയത്താൽ പ്രചോദിതമായ ഒരു ഭരണകൂടം, അല്ലെങ്കിൽ അത്തരം ആശയത്താൽ നിലനിൽക്കുന്ന ഒന്ന്. നമ്മൾ ഉത്തര കൊറിയ എടുത്തു നോക്കുക. ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യം അതിജീവിക്കുന്നത് തന്നെ എന്താണ്? അമേരിക്കൻ വിരുദ്ധതയിലാണ്. ഓക്കെ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിജീവിക്കുന്നതിലാണ്. ഫലസ്തീനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ വിരുദ്ധാശയത്തിന്മേലാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് അമേരിക്ക നമ്മളെ എല്ലാവരെയും ഞെരുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയും അമേരിക്കയുടെ സുഹൃത്തുക്കളായ ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ പരാജയമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന രാഷ്ട്രീയ ആശയത്തിന്മേൽ കെട്ടിപ്പടുക്കപ്പെട്ടുള്ള ഒരു ഭരണകൂട സംവിധാനമാണ് അവിടെ ഉള്ളത്. സോ അത് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഐഡിയോളജിയും അതുതന്നെയാണ്. അപ്പോൾ അതിനോട് തോറ്റു കൊടുക്കാൻ അതിന് പറ്റുമോ? അതിനോട് കോംപ്രമൈസ് ചെയ്യാൻ അതിന് പറ്റുമോ? അപ്പോൾ ഇപ്പം നിലവിൽ അവരൊരു ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. അകത്തെ പ്രക്ഷോഭങ്ങളെ അവർക്ക് നേരാവണ്ണം കൈകാര്യം ചെയ്ത് അതിനെ ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള എലമെൻറ്റ്സ് അതിനകത്തുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇറാൻ ഒരു സൈനിക ശക്തിയാണ്. ആക്രമിക്കാമെന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ റെജീം, ഇസ്ലാമിക് റെജീം സമ്പൂർണ്ണമായും തകർന്നു പോവുകയും അവിടെ പഴയ ഷാ വരികയും ചെയ്യും. സോ അത് അന്തിമമായ ഒരു പോരാട്ടമായിരിക്കും ഖാംനെയെ സംബന്ധിച്ചു. ആ പോരാട്ടത്തിൽ സകലായുധങ്ങളും എടുത്ത് പ്രയോഗിക്കപ്പെട്ടേക്കാം. ഇറാൻ എന്തുമാത്രം കേപ്പബിലിറ്റീസ് ഉണ്ടെന്ന് പൂർണ്ണമായും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുന്ന രാജ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഒരു രാജ്യം എന്ന നിലയ്ക്ക് മാത്രമല്ല, തൊട്ടടുത്തുള്ള പല രാജ്യങ്ങളും അവർ സൈനികമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവർക്ക് വലിയ രാജ്യങ്ങളുമായിട്ടുള്ള സൈനിക പ്രതിരോധ ഡീലുകളുള്ള രാജ്യമാണ്. പല സ്ഥലത്തും അവർ പ്രോക്സികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ രാജ്യം മാത്രമല്ല, അതിനൊരു ആ റീജിയണിലെ ഒരു പവറാണ് അവർ. അത് സമ്മതിക്കണം. ഉപരോധങ്ങൾക്കിടയിലും അവരെ ആക്രമിക്കാൻ പോയാൽ വലിയ പ്രത്യാക്രമണം തിരികെ ഉണ്ടാവും. അത് അമേരിക്കയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ നിക്കോളാസ് മദുരോയെ എടുത്തുകൊണ്ട് പോയതുപോലെ 100-ൽ താഴെ ആളുകൾ മാത്രം കൊല്ലപ്പെട്ട ഒരു സേഫ് ഓപ്പറേഷൻ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളെ നയതന്ത്രപരമായും കുറച്ച് ആയുധങ്ങൾ കൊണ്ടും പിന്തുണയ്ക്കുന്ന പോലെയുള്ള സേഫ് ഏർപ്പാടായിരിക്കില്ല. നേരിട്ടുള്ള കളിക്ക് ഇറങ്ങേണ്ടി വരുമല്ലോ. അത് നാശം ഉണ്ടാക്കും. ആ മേഖലയിൽ അമേരിക്ക ഡയറക്റ്റായി തന്നെ വിനാശം അനുഭവിക്കും. അവിടെ തന്നെ അമേരിക്കയുടെ കപ്പൽപ്പടയിലെ കപ്പലുകളൊക്കെ തൊട്ടത്ത് കിടപ്പുണ്ട്. ഹോർമൂസ് കടലെടുക്ക് ഇവർ അടയ്ക്കാൻ തീരുമാനിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. അത് ലോകത്തെ തന്നെ ഒരു പക്ഷേ റിസഷനിലേക്ക് തള്ളിടുന്ന വണ്ണമുള്ള പ്രശ്നം അത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പം അമേരിക്കനൊരു നമ്മളെപ്പോഴും പറയില്ല, അമേരിക്ക ഒരു വലിയ രാജ്യമായി നിൽക്കുന്നത് എല്ലായിടത്തും അവർക്ക് ഊന്നുകല്ലുകളുള്ളത് കൊണ്ടാണ്. അതിൽ പ്രധാനമാണ് GCC. അവിടെ ഇറാൻ ആക്രമിക്കാൻ പോയാൽ അത് ഉണ്ടാക്കാവുന്ന നാശം, ആ മേഖലയിലെ സ്റ്റെബിലിറ്റി ഇല്ലാതാവുന്നു. ഈ രാജ്യങ്ങൾ അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള കെടുതിയാണ് എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തുകയും അമേരിക്കയായിട്ടുള്ള ബെറ്റർ റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ GCC രാജ്യങ്ങൾ പിന്നെ അകത്ത് ഇപ്പോൾ ഒരു വിരുദ്ധ വികാരം ഖാംനെയ് അഡ്മിനിസ്ട്രേഷനെതിരെ ഒരു കൂട്ടം ആളുകൾക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ആക്രമണം ഉണ്ടായാലെന്ന് വെച്ചാൽ പിന്നെന്താണ്? ബെറ്റർ ലൈഫിന് വേണ്ടിയാണ് ഈ സമരം. ബെറ്റർ ലൈഫിന് വേണ്ടിയുള്ള ഈ സമരം അമേരിക്ക വന്ന എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ബോംബിട്ട് ഒരു ജനതയെ പിന്നെയും പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോയാൽ ഈ സമരം ചെയ്യുന്ന ആൾക്കാരുടെ മൂടെന്തായിരിക്കും? നമ്മളെ ഇല്ലാതാക്കാനും നമ്മുടെ രാജ്യത്തെ പിന്നോട്ടടിക്കാനും നമ്മളെ ഒരു നരകഭൂമിയാക്കാനും അമേരിക്ക വന്നിരിക്കുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ രാഷ്ട്രത്തിൻ്റെ കൂടെയും ഭരണകൂടത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന ഫീൽ അവിടെ ഉണ്ടാവും. അതിൻ്റെ പാരമ്പര്യം സംസ്കാരപരമായി തന്നെയുള്ള നാടാണത്. കാരണം ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ എങ്ങനെയാണ് ആ രാജ്യം നിലകൊണ്ടതെന്ന്, ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്വത്വം രൂപപ്പെടുന്നതിൽ ഈ യുദ്ധങ്ങൾ എന്തുമാത്രം പങ്കുവെച്ചിരുന്നു നമുക്കറിയാം. ആ ജനറേഷനിൽപ്പെട്ട ആളുകൾ കുറഞ്ഞു പോയതാണ് ഇപ്പോൾ അവർ നേരിടുന്ന ഒരു ക്രൈസിസ്. ആ ജനറേഷനിലുള്ള ആളുകളെ പിന്നെ സൃഷ്ടിക്കും. കാരണം ഒരു യുദ്ധം ഉണ്ടാവുക എന്ന് വെച്ചാൽ മറ്റൊരു ഗസയായി നമ്മുടെ നാട് മാറാൻ പോവുകയാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കയറി നിരങ്ങാൻ കഴിയുന്ന ഒരു അറബ് ഭൂമികയായിട്ട് നമ്മുടെ നാട് മാറാൻ പോവുകയാണെന്ന പ്രശ്നം പുതിയ ജനറേഷനെ പൊളിറ്റിക്കലി ചാർജ് ചെയ്യാനാണ് ശ്രമിക്കുക. അതുമാത്രമല്ല, അമേരിക്കൻ പോപ്പുലേഷനും ജനങ്ങളും ആഗ്രഹിക്കുന്നില്ല ഇപ്പം നമ്മൾ പോയി ഇവിടെ യുദ്ധം ചെയ്യുക. വീണ്ടും ഒരു മിഡിൽ ഈസ്റ്റ് യുദ്ധം അവരാരും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എല്ലാ സർവേ റിപ്പോർട്ടുകളും പറയുന്നത്. നമ്മുടെ നികുതി പണം കൊടുക്കേണ്ട കാര്യമില്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു 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 ആക്രമണോത്സുകമായിട്ടുള്ള ഒരു ചട്ടമ്പി നാടാണ് എന്ന് അറിയാൻ അവിടുത്തെ ആൾക്കാരും ആഗ്രഹിക്കുന്നില്ല. ട്രംപിൻ്റെ തന്നെ നിലപാട് പൈസ കളയാൻ പാടില്ല എന്നുള്ളതാണല്ലോ. അതുകൊണ്ടായിരിക്കണം അവർ ആളുകൾ ഓൾറെഡി ബോംബിടുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട്. ബോംബിട്ടാൽ അത് ഒരർത്ഥത്തിൽ ഇറാൻ ഗവൺമെൻറ്റിന് ഗുണമായിരിക്കും. അവർ ആ നിലയ്ക്ക് അതിനെ ഉപയോഗിക്കും. പിന്നെ നേരത്തെ പറഞ്ഞൊരു റീജിയണൽ വാറായിട്ട് മാറും. പല രാജ്യങ്ങൾക്കും അതിൽ ഇടപെടാൻ പറ്റാതിരിക്കുന്ന തരത്തിലുള്ള അനിവാര്യത അവിടെ രൂപപ്പെടും. അതുകൊണ്ട് അതിനപ്പുറമുള്ള ഞെരുക്കലുകൾ അവർ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഇറാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഇറാൻ അവിടുത്തെ പല രാജ്യങ്ങളിലെ അംബാസഡേഴ്സിനെ വിളിച്ചിട്ട് ഒരു വീഡിയോ കാണിക്കുന്നു. അതായത് ഈ പ്രക്ഷോഭങ്ങൾക്കിടയിൽ മെഷീൻ ഗണ്ണ് കൊണ്ടുവന്നിട്ട് പ്രക്ഷോഭകാരികൾ സുരക്ഷാ ഗാർഡുകൾക്ക് നേരെ വെടിവെക്കുന്നതിന് വീഡിയോ കാണിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് ഒരു സാധാരണ നിലയ്ക്കുള്ള ഒരു ജെനുവിൻ സമരമല്ല, ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ടുള്ള സമരമാണ്. ഇതിനകത്ത് ആയുധങ്ങൾ വിതരണം ചെയ്യപ്പെടുകയോ മനഃപൂർവ്വമായ കലാപം വലുതാക്കാനും അതിന് കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാനും ആസൂത്രിതമായി ചില ആളുകൾ ശ്രമിക്കുന്നുള്ള വീഡിയോസ് അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. സോ അത് അവർ അതിനെ അത്തരം എന്ന് വെച്ചാൽ ആരോട് പണിയെടുത്തി അങ്ങനെ വലുതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമേരിക്ക അതിനകത്തുണ്ടാവും. അങ്ങനെ വലുതാക്കാൻ ഇറാനുമായിട്ട് ഡീല് അല്ലെങ്കിൽ സഹകരണമുള്ള രാജ്യങ്ങളുടെ താരിഫ് 25% ഇപ്പോൾ കൂട്ടിയല്ലോ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ലോകത്ത് ഇറാനെ ഒറ്റപ്പെടുത്തുക, ഭരണകൂടത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും എടുക്കുക. എന്നിട്ട് ഞങ്ങൾ ഇടപെടും എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് അവിടെ സമരം ചെയ്യുന്ന ആൾക്കാരെ ആവേശം ഉണ്ടാക്കുകയാണ്. ലോകം ഞങ്ങളെ ശ്രദ്ധിക്കുകയാണ്. അത് അമേരിക്ക ഇടപെടാൻ വരുന്നു, അമേരിക്ക ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് മൂപ്പിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക.
ഒരു യുദ്ധത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ സമീപകാലത്തെങ്കിലും ഒരു യുദ്ധം കണ്ടിട്ടില്ല, ലോകത്തൊരു യുദ്ധം നാം കണ്ടിട്ടില്ല. അതിലേക്ക് കടക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രകോപനമായിരിക്കും അമേരിക്ക ഇറാനിൽ നടത്തുന്ന ആക്രമണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇസ്രായേൽ അത് ആഗ്രഹിക്കുന്നുണ്ട്, പരമാവധി അവരെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ നശിക്കണമെന്നുള്ള അവരുടെ കാലത്തെയും വലിയ മോഹമാണ്. പക്ഷേ അമേരിക്ക കുറച്ചുകൂടെ ആ കാര്യത്തിൽ വൈകാരിക ആവേശമായിരിക്കില്ല അമേരിക്ക നയിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് അമേരിക്ക ഇനി അവിടെ ഇടപെടണമെങ്കിൽ, സൈനികമായി ഇടപെടണമെങ്കിലും അത് പരമാവധി വൈകിപ്പിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെനസ്വേലയിൽ കടന്നു കയറിയ പോലെ അധിനിവേശം നടത്തിയതുപോലെ ഇറാനിൽ ഒരു അറ്റാക്ക് അത് അത്ര എളുപ്പമായിരിക്കില്ല അമേരിക്കയെ സംബന്ധിച്ച്. ഇനി ഉണ്ടായാൽ തന്നെ അത് ആ മേഖലയിൽ അല്ലെങ്കിൽ ആ മേഖലയെ കലുഷിതമാകുമെന്നത് ഉറപ്പാണ്.